എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റിൽ ദയനീയമായി തോറ്റതിനു പിന്നാലെ ടീം ഇന്ത്യയുടെ ഹെഡ് കോച്ച് ഗൗതം ഗംഭീർ കടുത്ത തീരുമാനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. രണ്ടാം ടെസ്റ്റിന് മുന്നോടിയായി ടീമിൽ 5 നിർണായക മാറ്റങ്ങളാണ് ഗംഭീർ വരുത്തിയിരിക്കുന്നത്. ആരാധകരെയും ക്രിക്കറ്റ് ലോകത്തെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ അഴിച്ചുപണി. ആദ്യ ടെസ്റ്റിലെ തോൽവിക്ക് കാരണം ചില കളിക്കാർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാത്തതാണെന്ന് ഗംഭീർ തുറന്നു പറഞ്ഞു. അതിങ്ങനെയായിരുന്നു: എന്നെ ടീം ഇന്ത്യയുടെ ഹെഡ് കോച്ചായി നിയമിച്ചതു മുതൽ IPLലും ആഭ്യന്തര ക്രിക്കറ്റിലും മികച്ച പ്രകടനം നടത്തിയ പല കളിക്കാർക്കും ഞാൻ അവസരം നൽകി. ഇംഗ്ലണ്ടിനെതിരെയും അവർ മികച്ച പ്രകടനം നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അത് സംഭവിച്ചില്ല. ടീമിന്റെ തോൽവിക്ക് ഉത്തരവാദികൾ ഈ കളിക്കാർ തന്നെയാണ്. എങ്കിലും ഇംഗ്ലണ്ടിനെതിരായ പരമ്പര വിജയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പ്ലേയിങ് 11ൽ മാറ്റങ്ങൾ വരുത്താൻ ഞാൻ തീരുമാനിച്ചത്. ആദ്യ ടെസ്റ്റിൽ മോശം പ്രകടനം നടത്തിയവരെ ടീമിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, ഗംഭീർ പറഞ്ഞു. ഋഷഭ് പന്ത്, KL രാഹുൽ തുടങ്ങിയ താരങ്ങൾ ടീമിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ കരുൺ നായർ, സായ് സുദർശൻ തുടങ്ങിയവർ ടീമിന് ഭാരമായി മാറിയെന്നും ഗംഭീർ കൂട്ടിച്ചേർത്തു. ടീമിന്റെ താൽപര്യങ്ങൾ പരിഗണിച്ച് ഇത്തരത്തിലുള്ള 5 കളിക്കാരെയാണ് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. ആദ്യ ടെസ്റ്റിൽ തീർത്തും നിരാശാജനകമായ പ്രകടനമാണ് കരുൺ നായർ കാഴ്ചവെച്ചത്. അദ്ദേഹത്തിന് പകരം യുവതാരം വൈഭവ് സൂര്യവംശിക്ക് ടീമിൽ അവസരം ലഭിച്ചു. ആഭ്യന്തര ക്രിക്കറ്റിലും അണ്ടർ-19 തലത്തിലും മികച്ച പ്രകടനം നടത്തിയ വൈഭവ് ഈ പരമ്പരയിൽ ടെസ്റ്റ് അരങ്ങേറ്റം കുറിച്ചേക്കും. യുവപ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഗംഭീറിന്റെ താൽപര്യമാണ് ഈ മാറ്റത്തിലൂടെ വ്യക്തമാകുന്നത്. ആദ്യ ഇന്നിംഗ്സിൽ റൺസ് നേടാൻ കഴിയാതിരുന്ന സായ് സുദർശൻ രണ്ടാം ഇന്നിംഗ്സിലും കാര്യമായ സംഭാവന നൽകിയില്ല. സായ്ക്കു പകരം ആഭ്യന്തര ക്രിക്കറ്റിൽ റൺസ് വാരിക്കൂട്ടിയ സർഫറാസ് ഖാനെ ടീമിലെത്തിച്ചു. സ്ഥിരതയാർന്ന പ്രകടനത്തിലൂടെ ആരാധകരുടെ ശ്രദ്ധ നേടിയ സർഫറാസ് മധ്യനിരയിൽ നിർണായക പങ്ക് വഹിക്കുമെന്നാണ് പ്രതീക്ഷ. ഇനി ഓൾറൗണ്ടറായ ഷാർദുൽ താക്കൂറിന് ആദ്യ ടെസ്റ്റിൽ ബാറ്റിംഗിലോ ബോളിംഗിലോ തിളങ്ങാനായില്ല. ഷാർദുലിനു പകരം ചൈനാമാൻ സ്പിന്നർ കുൽദീപ് യാദവിനെ ടീമിൽ ഉൾപ്പെടുത്തി. കുൽദീപിന്റെ വ്യത്യസ്തമായ ബോളുകളും ഗൂഗ്ലികളും ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻമാർക്ക് തലവേദന സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ആദ്യ ടെസ്റ്റിൽ വിക്കറ്റ് നേടിയെങ്കിലും T20 ശൈലിയിൽ റൺസ് വാങ്ങിയ പ്രസിദ്ധ കൃഷ്ണയെ ടീമിൽ നിന്ന് ഒഴിവാക്കി. പ്രസിദ്ധിനു പകരം ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡിക്ക് അവസരം നൽകി. അടുത്തിടെ നടന്ന ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ബോളിംഗിലും ബാറ്റിംഗിലും നിതീഷ് മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ആദ്യ ടെസ്റ്റിൽ മോശം പ്രകടനം നടത്തിയ മുഹമ്മദ് സിറാജിനു പകരം യുവ പേസർ അർഷ്ദീപ് സിംഗിനെ ടീമിൽ ഉൾപ്പെടുത്തി. ഏകദിനത്തിലും T20യിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച അർഷ്ദീപിന്റെ സ്വിംഗും വേഗതയും ടെസ്റ്റ് ഫോർമാറ്റിലും ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ഇനി ഇന്ത്യയുടെ രണ്ടാം ടെസ്റ്റിലെ പ്ലേയിങ് 11 ഒന്ന് പരിശോധിച്ചാൽ പുതിയ ടീമിൽ ശുഭ്മാൻ ഗിൽ ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റിൽ സെഞ്ചുറി നേടിയതിനാൽ ടീമിൽ ഉറപ്പാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെക്കുന്ന യശസ്വി ജയ്സ്വാൾ ആദ്യ ടെസ്റ്റിൽ സെഞ്ചുറി നേടിയെങ്കിലും ഫീൽഡിംഗിലെ പിഴവുകൾ മെച്ചപ്പെടുത്താൻ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ടീം ഇന്ത്യയുടെ ഫ്ലെക്സിബിൾ പ്ലെയറായ KL രാഹുൽ ഏത് പൊസിഷനിലും ബാറ്റ് ചെയ്യാനും ആവശ്യമെങ്കിൽ വിക്കറ്റ് കീപ്പിംഗ് ചെയ്യാനും കഴിവുള്ള താരമാണ്. വിരാട് കോഹ്ലിയുടെ അഭാവത്തിൽ മധ്യനിരയുടെ നട്ടലായി സർഫറാസ് ഖാൻ മാറും. ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സർഫറാസ് തന്റെ ടെസ്റ്റ് അരങ്ങേറ്റത്തിനായി കാത്തിരിക്കുന്നു. യുവതാരം വൈഭവ് സൂര്യവംശി ഈ പരമ്പരയിൽ ടെസ്റ്റ് അരങ്ങേറ്റം കുറിച്ചേക്കും. IPLലും ആഭ്യന്തര ക്രിക്കറ്റിലും സ്ഥിരതയോടെ റൺസ് നേടിയ താരം ടീമിന് മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷ. ടെസ്റ്റ് ക്രിക്കറ്റിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുന്ന ഋഷഭ് പന്ത് ടീമിന്റെ നിർണായക താരമാണ്. ഒറ്റയ്ക്ക് മത്സരങ്ങൾ വിജയിപ്പിക്കാൻ കഴിവുള്ള താരമാണ് അദ്ദേഹം. ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡി ഓസ്ട്രേലിയൻ പര്യടനത്തിലെ മികച്ച പ്രകടനത്തിന്റെ ബലത്തിൽ ടീമിലെത്തി. ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ പേസും സ്വിംഗും നിർണായകമാകും. രവിചന്ദ്രൻ അശ്വിന്റെ വിരമിക്കലിന് ശേഷം ഓഫ് സ്പിൻ ഓൾറൗണ്ടറായി വാഷിംഗ്ടൺ സുന്ദറിന് ടീമിൽ പ്രധാന പങ്ക് വഹിക്കാൻ അവസരം ലഭിക്കും. സമീപ വർഷങ്ങളിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുൽദീപ് യാദവിന്റെ സ്പിൻ ബോളിംഗും താഴെ നിരയിലെ ബാറ്റിംഗും ടീമിന് ഗുണം ചെയ്യും. ടീമിന്റെ 3 ഡയമെൻഷണൽ പ്ലെയറായ രവീന്ദ്ര ജഡേജയുടെ ബോളിംഗ്, ബാറ്റിംഗ്, ഫീൽഡിംഗ് എന്നിവ ടീമിന് വിലമതിക്കാനാവാത്തതാണ്. യുവ വിക്കറ്റ് കീപ്പർ ധ്രുവ് ജുറേൽ പ്ലേയിങ് 11ൽ ഇടം നേടിയേക്കും. ടീമിന്റെ പ്രധാന പേസ് ബോളറായ ജസ്പ്രീത് ബുംറയുടെ സാന്നിധ്യം ടീമിന് ശക്തി നൽകും. സിറാജിന് പകരം ടീമിലെത്തിയ അർഷ്ദീപ് സിംഗ് തന്റെ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ തന്നെ മികവ് കാട്ടാൻ ശ്രമിക്കും. ഇവർക്ക് പുറമെ അഭിമന്യു ഈശ്വരൻ, സായ് സുദർശൻ, പ്രസിദ്ധ കൃഷ്ണ എന്നിവരും ടീം സ്ക്വാഡിൽ ഉൾപ്പെടുന്നു. ഗൗതം ഗംഭീർ വരുത്തിയ ഈ മാറ്റങ്ങൾ ടീം ഇന്ത്യയെ രണ്ടാം ടെസ്റ്റിൽ വിജയിപ്പിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.